ജിൻഡോ ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങി അത് അത്രയും വലിയൊരു കാര്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ പവർഫുള്ളായിട്ട് നിന്നുകൊണ്ട് അവിടെ ജാസ്മിനെ തേച്ചൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേച്ചൊട്ടിച്ചു. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ജിൻഡോ പറയുന്ന സമയത്ത് ഹൗസിലുള്ള പലരും ജിൻഡോയ്ക്ക് എതിരെ നിന്നിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഹൗസിലുള്ള എല്ലാവരും ജിൻഡോയ്ക്ക് ഒപ്പം നിൽക്കുകയും ചെയ്തു. അത് ആ കലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലക്കി കിട്ടിയ അവസരത്തിന് ജിൻഡോ അത് അത്ര സ്റ്റൈലായിട്ട് അവിടെ നീക്കി എന്നുള്ളതാണ് എനിക്ക് തോന്നിയ കാര്യം. അവിടെ ബെഡിൽ ടിഷ്യൂ ഇട്ടതായിരുന്നു അവിടുത്തെ ചെറിയ വിഷയം എന്ന് പറയുന്നത്. അത് ശ്രീതു വന്നിട്ട് ക്യാപ്റ്റന്റെ അടുത്ത് പറയാണ് ജാസ്മിൻ അവിടെ ബെഡിൽ ടിഷ്യൂ ഇട്ട് പോയി എന്നുള്ളത്. ആ ടിഷ്യൂ എന്തിന്റെ കാര്യം ചോദ്യം ചെയ്ത് ജാസ്മിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ജാസ്മിൻ ഭയങ്കര അഹങ്കാരത്തോടുകൂടി സംസാരിച്ച സമയത്താണ് അവൾ ചെരുപ്പ് പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം വന്നത്. ആ പോയിന്റ് കിട്ടിയ വഴിക്ക് പിന്നെ ജിൻഡോ അതുമ്മ കയറി പിടിച്ചു. ജിൻഡോ പറഞ്ഞ പോയിന്റുകളെല്ലാം പക്ക ക്ലിയർ ആയിരുന്നു. ഈ ചെരുപ്പിടാണ്ട് ഇവള് ബാത്റൂമിൽ കയറുന്നു, വീടിനുള്ളിൽ നടക്കുന്നു, ഈ മണ്ണൊക്കെ ചവിട്ടിയിട്ടും ബാത്റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവള് വന്നിട്ട് ആ കാല് വെച്ചിട്ടാണ് ഇവള് ബെഡിന്റെ ഉള്ളിൽ കയറി കിടക്കുന്നത്, സോഫയിൽ വന്നിരിക്കുന്നത്. അപ്പൊ അത് ഇത്രയും വൃത്തികേടായിട്ടുള്ള കാര്യമല്ലേ, നമ്മളൊക്കെ അത് ഉപയോഗിക്കുന്നതല്ലേ, അപ്പൊ ഇത്രയും വൃത്തികേട് ഇവള് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെന്തായാലും ജിൻഡോ പറഞ്ഞ പോയിന്റുകൾ നല്ല ക്ലിയർ ആയിട്ട് ജിൻഡോയ്ക്ക് പറയാൻ സാധിച്ചു. പല സമയത്തും ജിൻഡോ പറയുന്നത് ജിൻഡോയ്ക്ക് ആ സംസാരിക്കാനുള്ള കഴിവ് ഇത്തിരി കുറവായതുകൊണ്ട് പലപ്പോഴും ക്ലിയർ ആവാതെ പോകാറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ജിൻഡോയ്ക്ക് ഒരു തെറ്റും പറ്റിയില്ല. നല്ല ക്ലിയർ ആയിട്ട് ജിൻഡോ അവിടെ ജാസ്മിനെ തേച്ചൊട്ടിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും ജിൻഡോയ്ക്ക് ഒരു ചെറിയ അബദ്ധം പറ്റും, മണ്ടത്തരം പറ്റും. ഇക്കാര്യത്തിലും ജിൻഡോ ഒരു ചെറിയ മണ്ടത്തരം അവിടെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ക്ലോസറ്റിൽ കയറിയിരുന്ന് ഇവിടെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഇവളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ ഇവളല്ലാന്ന് എനിക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ലല്ലോ എന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ സ്റ്റൈലായിട്ട് ചെയ്തു കൊണ്ടിട്ട് അവസാനം കൊണ്ട് കാലടയ്ക്കാന്ന് പറയില്ലേ, അങ്ങനെ ഒരു കാര്യവും അതിന്റെ ഇടയിൽ കൂടെ ഒപ്പിച്ചു. അത് പറഞ്ഞു കഴിഞ്ഞ വഴിക്ക് സിബിൻ പറഞ്ഞു എന്റെ അണ്ണ എന്തോ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു സിബിൻ. പക്ഷേ ഇക്കാര്യത്തിന് സിബിൻ അവിടെ ജാസ്മിന്റെ അടുത്ത് ഭയങ്കര മര്യാദയായിട്ടാണ് പെരുമാറിയത്. ജാസ്മിൻ ഇത് നിന്റെ അടുത്ത് പറഞ്ഞൊരു വിഷയം നിനക്ക് വിഷമമാവണ്ട എന്ന് കരുതിയിട്ടാണ് എന്തായാലും ഇത് ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ ജാസ്മിൻ പറഞ്ഞൊരു റീസൺ എന്ന് പറയുന്നത് ചെരുപ്പ് അവൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കാല് പൊട്ടുന്നു എന്നുള്ളതാണ്, സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസിനെ അറിയിച്ച ഒരു ചെരുപ്പ് വാങ്ങേണ്ടത് ജാസ്മിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ജാസ്മിൻ അത് ചെയ്തില്ല. അപ്പൊ ജാസ്മിന്റെ ഭാഗത്ത് തന്നെയാണ് അക്കാര്യത്തിൽ തെറ്റ്. അതെന്തായാലും വീട്ടിലുള്ള എല്ലാവരും ജിൻഡോയ്ക്ക് ഒപ്പം നിന്നു. എല്ലാവരും പറഞ്ഞു ജാസ്മിൻ ചെയ്തത് തെറ്റാണെന്ന്.